ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈസ്റ്റൊന്നും ചേർക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോണതിന് മുന്നേ ഈ ചാനൽ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ചിക്കൻ കറിയുടെ കൂടെ മുട്ടക്കറിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പാണിത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഈ അപ്പം ഉണ്ടാക്കാനായിട്ട് നമുക്ക് തലേ ദിവസം തന്നെ മാവ് റെഡിയാക്കി വെക്കണം. പച്ചരി സോക്ക് ചെയ്യാനായിട്ട് ഞാൻ രാവിലെ തന്നെ 2 കപ്പ് പച്ചരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിനി നമുക്ക് വൈകുന്നേരമാണ് അരച്ചെടുക്കേണ്ടത്. പച്ചരി അരയ്ക്കുന്ന മാവിലേക്ക് നമുക്ക് ഉഴുന്നുദോശയുടെ മാവും ചേർക്കാനുണ്ട്. ഇവിടെ ഞാൻ ഉഴുന്നുദോശ ഉണ്ടാക്കാനായിട്ട് ഇന്നലെ അരച്ചു വെച്ച മാവാണിത്. 2 കപ്പ് പച്ചരിക്ക് 3/4 കപ്പ് മാവാണ് വേണ്ടത്. ഇത് ഫ്രിഡ്ജിലൊന്ന് വെക്കാം. വൈകുന്നേരം പച്ചരി അരയ്ക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി. ഇപ്പം ഞാൻ പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. പച്ചരിയുടെ കൂടെ 1.5 ടേബിൾ സ്പൂൺ ചോറും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ പച്ചരി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് ഇനി നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച ഉഴുന്നുദോശയുടെ മാവും കൂടി ചേർക്കാനുണ്ട്. ഇതൊന്ന് ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. ചൂടുള്ള സ്ഥലത്ത് വേണം ഇത് വെക്കാനായിട്ട്, എന്നാലുള്ളൂ നമുക്കിത് ഫെർമെൻ്റായി കിട്ടുള്ളൂ. അടുത്ത ദിവസം നമുക്ക് മാവൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാരയും 3/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഉഴുന്നുദോശ ഉണ്ടാക്കുന്ന ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി തന്നെയാണ് ഈ മാവിനും വേണ്ടത്. ഇപ്പോൾ ഇവിടെ അപ്പം ഉണ്ടാക്കാനായിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ നല്ലപോലെ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. 1.5 കയ്യിൽ മാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു 2 മിനിറ്റ് ആയാലും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇവിടെ അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ഇനി ബാക്കിയുള്ളതും കൂടെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഇന്ന് വിട പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.